അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ഇ.പി. ജയരാജന്റെ പാപമാണ് പാർട്ടിയുടെ പ്രശ്നമെങ്കിൽ എന്തായിരിക്കും പാപ പരിഹാരം? ഇപ്പോൾ ഇ.പി. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം പല ക്രൈസിസ് ഘട്ടങ്ങളിലും പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന നേതാവാണ്. 90കളിൽ RSSുമായി വലിയ കലുഷിതമായ സാഹചര്യം ഉണ്ടായപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പലതവണ വധശ്രമത്തെ നേരിട്ടു, വെടിയേറ്റു, ബോംബേറ് കൊണ്ടു. പിന്നെ പാർട്ടിക്ക് പൈസ വേണ്ടപ്പോൾ, ദേശാഭിമാനിക്ക് പൈസ വേണ്ടപ്പോഴൊക്കെ ഫണ്ട് റൈസറായി നിന്നു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടേക്ക് നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ നേതൃശേഷി എന്തായാലും പാർട്ടിക്ക് വേണ്ടി ആ നിലയ്ക്ക് നിന്നിട്ടുള്ള പിണറായി വിജയന്റെ അത്ര വിശ്വസ്തനായ, പിണറായി വിജയന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അതിനൊരു സാധ്യത, ചാൻസ് കൊടുക്കില്ലേ പാർട്ടി? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് അത്ര കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അത്ര ഇമ്പ്രസീവായിട്ട് കാണില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് M.V. ഗോവിന്ദനും E.P. ജയരാജനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ മൂപ്പളമ തർക്കം എന്ന് പറയും. കാരണം ഗോവിന്ദൻ താരതമ്യേന കുറച്ചുകൂടി ജൂനിയറാണ്, രണ്ടുപേരും കണ്ണൂർക്കാരാണ്. ആദ്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത് E.P. ജയരാജനാണ്, അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയാലാണ് ഗോവിന്ദൻ. ആദ്യം സെക്രട്ടേറിയറ്റിൽ വന്നത് ജയരാജനാണ്, പിന്നീട് സെക്രട്ടേറിയറ്റിൽ വന്ന ആളാണ് ഗോവിന്ദൻ. ആദ്യം മന്ത്രിയായ ആൾ ജയരാജനാണ്, പിന്നീട് മന്ത്രിയായ ആളാണ് ഗോവിന്ദൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് നിന്ന് ഇല്ലാതാവുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. പാർട്ടിയുടെ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു, വിവേകപൂർണ്ണമായ തീരുമാനമായിരുന്നു. പാർട്ടി സെക്രട്ടറി ആകേണ്ടത് ഗോവിന്ദൻ മാഷ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അന്നുണ്ടായ ചർച്ചയിൽ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. പക്ഷേ E.P. ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി മറികടന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഗോവിന്ദനെ കൊണ്ടുവന്നു. രണ്ടുപേരും M.V. രാഘവൻ്റെ സിൽബന്ധികളായിരുന്നു. അതും വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി പിളർന്നപ്പോൾ രണ്ടുപേരും മാതൃ സംഘടനയിൽ നിന്നും M.V. രാഘവനോട് CMPയിലേക്ക് പോയില്ല. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോവിന്ദൻ കുറേ കാലം രാഘവൻ്റെ ആളായിട്ട് പിന്നെ തുടർന്നു. അതിന് ശേഷമാണ് പാർട്ടി മാതൃ സംഘടനയിലേക്ക് വന്നത്. ജയരാജൻ ആദ്യം മുതൽ തന്നെ പാർട്ടിയുടെ കൂടെ നിന്ന ആളാണ്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അപ്പോൾ വളരെ പണ്ട് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ മൂപ്പളമ തർക്കമുണ്ട്. ഗോവിന്ദനെ ഒരു സെക്രട്ടറി ആയിട്ട് അംഗീകരിക്കാൻ ജയരാജൻ സന്നദ്ധമല്ല. അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗോപാലകൃഷ്ണനും നൗഷാദിലും സൂചിപ്പിച്ച കാര്യം മാത്രമല്ല, അതിൽ വേറൊരു ഉപനാടകം കൂടിയുണ്ട്. ഈ ഗോവിന്ദൻ മാഷിൻ്റെ കാസർഗോഡ് നിന്നുള്ള യാത്ര ആരംഭിച്ച് അത് തൃശ്ശൂർ എത്തുന്നവരെന്നല്ല, അദ്ദേഹം തീരെ അതുമായിട്ട് നിസ്സഹരിച്ചു. പിന്നെ അത് വലിയ വിവാദമായതിനു ശേഷമാണ് പുള്ളി ഒന്ന് മുഖം കാണിച്ചു പോയി. ഇതിന് തൊട്ട് ശേഷം മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. അത് കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ സംഘടന, എനിക്കൊണ്ട് കിസാൻ സഭ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര്. ഈ അഖിലേന്ത്യാ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ E.P. ജയരാജൻ്റെ തട്ടകമാണ് തൃശ്ശൂർ. അദ്ദേഹം ജനിച്ചു വളർന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയൊക്കെ കണ്ണൂരാണെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഈ സമീപകാലത്ത് മരിച്ചുപോയ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രമുഖ നേതാവ് ബിന്നി ഇമ്മട്ടി ജയരാജൻ്റെ ഒരു വലിയ കയ്യാളാണ്. എവിടെ ഇമ്മട്ടി ഉണ്ടോ അവിടെ ജയരാജനുണ്ട്, എവിടെ ജയരാജനുണ്ടോ അവിടെ ഇമ്മട്ടിയുണ്ട്. ഗോപാലകൃഷ്ണൻ കൂടുതൽ നന്നായിട്ട് അറിയാം. തൃശ്ശൂരെ ഒരു സജീവ സാന്നിധ്യമാണ്. കാരണം ജയരാജൻ കുറച്ച് കാലം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചു. M.A. ബേബി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല വഹിച്ച പോലെ അഡ്ഹോക്ക് കമ്മിറ്റിയായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു. ആ സമയത്താണ് ഈ തൃശ്ശൂർ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാകുന്നത്. ബിന്നി ഇമ്മട്ടിയെ പോലുള്ള ആൾക്കാരായിട്ട് വലിയ കൂട്ടാവും. തൃശ്ശൂർ വച്ച് ഈ വലിയ അഖിലേന്ത്യാ സമ്മേളനം നടത്തപ്പോൾ അതിൻ്റെ പോസ്റ്ററിലോ നോട്ടീസിലോ അല്ലെങ്കിൽ കാര്യപരിപാടിയിലോ ഒരു സ്ഥലത്തും M.V. ഗോവിന്ദൻ്റെ പേരോ പടമോ ഉണ്ടായിരുന്നില്ല. M.V. ഗോവിന്ദനാണ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് ആ നോട്ടീസ് വായിച്ച ആർക്കും മനസ്സിലാവില്ല. അത്രയധികം അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ സ്റ്റേജിൽ ഒരു സമയത്തും ഗോവിന്ദനെ കയറ്റിയതുമില്ല. ഇത് ഉണ്ടായ സംഭവമാണ്. അങ്ങനെ ഗോവിന്ദനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി. ഏറ്റവും കുറഞ്ഞത് കർഷക സംഘത്തിൻ്റെ സ്റ്റേജിലെങ്കിലും ഇദ്ദേഹത്തെ കയറ്റിയില്ല എന്നൊരു ചാരിതാർത്ഥ്യം ജയരാജന് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പകരം വീട്ടിൽ കൂടി ഇതിനകത്തുണ്ട് എന്ന് വിചാരിക്കാം. ഈ LDF കൺവീനർ ആലങ്കാരിക പദവിയാണ്. മാത്രമല്ല ഇദ്ദേഹം ആ ദിവസം ജാവദേക്കറുമായിട്ട് ചർച്ച ചെയ്തത് പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കി. അത് CPM അണികളുടെ ഇടയിൽ, പാർട്ടി സഹയാത്രികരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വിപരീത വികാരമുണ്ടാക്കി. അല്ലെങ്കിലും തോൽക്കുമായിരുന്നു, അത് വേറെ കാര്യം. ആ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന് പറയാം. താത്വികമായിട്ട് ശരിയാണ്. പക്ഷേ അല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അടുത്തതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു. അദ്ദേഹത്തോട് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷനോ E.P. ജയരാജൻ ഇങ്ങനെ തുടരുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്, പാർട്ടിക്കകത്ത് തന്നെ അതൃപ്തിയുണ്ട്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു. ഇതുപോലെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചു കൂട്ടി, പരസ്യ വിചാരണ
അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആണിയടിച്ച് അതിനുശേഷം വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തെ അപമാനിക്കേണ്ടിയിരുന്നില്ല. മാത്രമല്ല ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, വൈകുന്നേരം 4 മണിക്കാണല്ലോ ഈ തീരുമാനം വന്നത്. കാലത്ത് 8 മണി മുതൽക്ക് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? ഒന്ന് ആലോചിച്ച് നോക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന എത്ര മുതിർന്ന നേതാക്കന്മാരാണ്, എത്രയോ സീനിയറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വാർത്ത കാലത്ത് തന്നെ ചോർത്തി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇ.പി. ജയരാജൻ്റെ പേരിൽ നടപടി ഉണ്ടാകും എന്ന് അറിയിച്ച് അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി. അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാരണം ഇ.പി. ജയരാജനെ പോലെ സീനിയറായിട്ടുള്ളൊരു നേതാവ് വെടികൊണ്ട എന്ന് ഇവിടെ പറഞ്ഞല്ലോ, അതിൽ യാഥാർത്ഥ്യമുണ്ട്. വെടികൊള്ളലടക്കം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ലാത്തി ചാർജ് അനുഭവിച്ച, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് പണം വാങ്ങിയത് ജയരാജനാണെങ്കിലും ജയരാജൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല പണം വാങ്ങിയത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിയത് തെറ്റാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി. ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം 1-ാമത്തെ പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെയൊക്കെ പഴയ അവസാനം ജയരാജൻ കേൾക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെയൊക്കെ ഗുണം പാർട്ടി അനുഭവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നേതാവിനോട് കുറച്ചുകൂടി മാന്യമായ ഒരു സമീപനം പുലർത്താമായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഈ ജയരാജൻ്റെ ഒരു ആരാധകരേ അല്ല, അറിയാം. തീർച്ചയായും